ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ശാലം മധുരമായാലോ? അപ്പോൾ ഞാൻ ഇന്നിവിടെ കുറച്ച് അടപ്രഥമൻ ഉണ്ടാക്കാനായിട്ട് കുറച്ച് അടയൊക്കെ 200 ഗ്രാം അട ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിന് ഇത് വേവിക്കാനായിട്ട് ഒരു കുഞ്ഞൊരു ഉരുളിയിലോട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു 10-13 മിനിറ്റ് ഒന്ന് വേവിക്കണം. വേവിച്ചെടുത്തിട്ട് നമുക്കിത് 1-2 പ്രാവശ്യം വെള്ളം മാറ്റി ഊറ്റണം. കാരണം അല്ലെ ഇത് പശയായിട്ട് ഒട്ടിപ്പിടിക്കും. നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ അട പോലെ ഇരിക്കും. മൊത്തത്തിൽ ഒട്ടിപ്പിടിച്ച് അട പോലെ ഇരിക്കും. അത് വരാതിരിക്കാനായിട്ടാണ്. അപ്പം നമുക്കിത് നേരെ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഞാനൊരു 3 സ്പൂൺ ചൗവരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ വേവിക്കാൻ വെക്കുവാണ്. ഇത് ഈ സ്പൂണിന് 3 സ്പൂൺ ചൗവരി. അപ്പം നമുക്കിത് രണ്ടും വേവിക്കാൻ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതവിടെ കിടന്നൊരു 10-15 മിനിറ്റ് നിന്ന് വേകട്ടെ. അതുപോലെ തന്നെ നമുക്ക് ചൗവരിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ചൗവരി നമ്മൾ ഒരിക്കലും കഴുകി എടുക്കത്തില്ല. എന്ന് വെച്ചാല് വെന്ത് കഴിഞ്ഞ് നമ്മൾ ഈ അട ഊറ്റുന്ന പോലെ ഊറ്റത്തില്ല, വേവിച്ച് അവിടെ മാറ്റി വെക്കത്തേ ഉള്ളൂ. എല്ലാവർക്കും അറിയാം, എങ്കിലും അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്, ഒന്നും വിചാരിക്കില്ലേ. അപ്പൊ ഇത് ഇവിടെ വേകുമ്പോഴത്തേന് നമുക്ക് തേങ്ങ എടുത്ത് 2 തേങ്ങ തിരുമ്മി പാലാക്കി വരാം. അത് കഴിഞ്ഞ് ശർക്കര പാനിയാക്കണം. അപ്പം ഇതിവിടെ കിടന്ന് വേകട്ടെ. നമുക്ക് തേങ്ങ എടുക്കാം. നമ്മളൊരു 2 തേങ്ങയുടെ പാലാണ്. ഇത് 1-ാം പാലാണ്. ഈ 2-ാം പാലിന് വേണ്ടിയിട്ട് നമ്മൾ അടിക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ എടുത്ത് നമുക്ക് 2-ാം പാലായിട്ട് എടുക്കാം. ഇത് 1-ാം പാലും നമുക്ക് മാറ്റി വെക്കാം. നമ്മുടെ അടയെല്ലാം ഇവിടെ വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് 1-2 പ്രാവശ്യം വെള്ളം ഊറ്റി ഇത് കളഞ്ഞിട്ട് ഇതെടുത്ത് മാറ്റി വെക്കാം. അട അല്ലെങ്കിൽ ഇതിന്റെ ഈ പശ കണ്ടോ, ഈ പശ വല്ലാണ്ടായിപ്പോ ഈ പശ മാറാനായിട്ടാണ് 2-3 പ്രാവശ്യം വെള്ളം ഒഴിച്ച് ഇത് കഴുകി വരുന്നത്. നമ്മുടെ ഈ കമ്പി തവിയില്ലേ, ഇതുപോലത്തെ ഇതും കൊണ്ട് ഇങ്ങനെ കഴുകി 1-2 പ്രാവശ്യം വെള്ളം മാറ്റി വാരി നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചൗവരി ഇവിടെ വെന്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നമ്മൾ 3-4 കഴുകി വാരി നല്ലതുണ്ട്. ഇത് പശപ്പൊന്നുമില്ല, നല്ല കയ്യിൽ നിന്നും കണ്ടോ, അതിന്റെ വെള്ളം ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. എന്ന് വെച്ചാല് മറ്റേ വെളുത്ത വെള്ളമോ വീഴാന്നൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര പാനിയാക്കാനായിട്ട് വെക്കാം. ഇവിടെ ഈ ഒറ്റയുണ്ട ശർക്കര മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ. കാരണം നമുക്കധികം മധുരം വേണ്ട. അതുകൊണ്ട് ഈ ഒറ്റയുണ്ട ശർക്കര നമുക്കൊന്ന് ഇടിച്ച് പൊടിച്ച് കൊണ്ടുവരാം. ഇവിടെ പൊടിച്ച ശർക്കര നമുക്ക് പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് പാനിയാക്കാനായിട്ട് ഞാൻ ഈ ഒറ്റ ഗ്ലാസ് വെള്ളം കൂടി ഇതിനകത്തോട്ട് ഒഴിച്ച് നമുക്കൊന്ന് തിളയ്ക്കാൻ വെക്കാം. നന്നായിട്ട് തിളച്ച് വരട്ടെ. നമ്മുടെ ശർക്കര പാനി ഇവിടെ തിളയ്ക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഊറ്റി വെച്ചേക്കുന്ന അട ഇട്ട് കൊടുക്കാം. ഇനി ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇതിനകത്ത് കിടന്നൊന്ന് വേകണം. ഇതിന്റെ കൂടെ നമ്മൾ 2-ാം പാലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2-ാം പാലും വെന്ത് വെച്ചേക്കുന്ന ചൗവരിയും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കട്ടെ. എന്നിട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ വെന്ത് വെച്ചേക്കുന്ന ചൗവരി ഇട്ട് കൊടുക്കാൻ പോവാണ്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കാം. ഇങ്ങനെ ഇവിടെ കിടന്ന് തിളക്കട്ടെ. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഇതെല്ലാം ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കഴിഞ്ഞ് നമുക്ക് 2-ാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ശർക്കര വെള്ള ശർക്കര ആയതുകൊണ്ടാണ് ഒരു കളറ് തോന്നാത്തത്. അപ്പം നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. പക്ഷെ നല്ല മധുരമുണ്ട് കേട്ടോ. നമുക്ക് ഈ സ്പൂണിന് ഒറ്റ സ്പൂൺ നെയ്യ് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം അധികം നെയ്യ് വേണ്ട. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചേക്കുന്ന 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. 2-ാം പാൽ ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഇളക്കി എടുക്കാം. ഇളക്കി ഒന്ന് കുറുകുന്ന പരിവാവുന്നതിനെ വരെ അവിടെ കിടന്ന് വേകട്ടെ. അപ്പൊ ഇനി ഇത് ഇവിടെ കിടന്നൊന്നാവട്ടെ. 11 ഏലക്ക, 1 ടീസ്പൂൺ ജീരകം, ഇത്രയും ചുക്ക്, ഇത്രയും കൂടെ നമുക്ക് മിക്സി ജാറിനകത്തോട്ട് ഇട്ട് നന്നായിട്ട് പൊടിച്ചോണ്ട് വരാം. അതുപോലെ തന്നെ നമ്മുടെ 2-ാം പാലിൽ കിടന്ന് വെന്ത് നല്ല കുറുകി നല്ല സെറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇത് ഒന്നുകൂടെ ആവട്ടെ. നമ്മുടെ 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. അന്നേരം അത് അധികം തിളയ്ക്കുന്നില്ല. അതുകൊണ്ട് ഇത് കുറച്ചുകൂടെ ഒന്ന് പറ്റിക്കോട്ടെ. അപ്പം നമുക്കിതൊന്ന് പൊടിച്ചെടുത്തോണ്ട് വരാം. നമുക്ക് ആവശ്യത്തിനുള്ള കുറുകലായിട്ടുണ്ട്. നമ്മുടെ ഇനിയും ഈ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന 1-ാം പാല് നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കാം.
കൂട്ടത്തിൽ നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്ക, ചുക്ക്, ജീരകം ഇതും കൂടി ഇട്ട് കൊടുക്കണം. പൊടി ഐറ്റംസ് എല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. ഞാനൊന്ന് ഇളക്കി കൊടുക്കട്ടെ, അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കും. പൊടിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇളക്കി നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം, നന്നായിട്ട് യോജിപ്പിക്കാം. ഇനി നമ്മൾ കുറച്ച് തേങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട് വറുത്തിടാനായിട്ട്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതൂടെ വറുത്തിനകത്തോട്ടിട്ട് കഴിയുമ്പോൾ നമ്മുടെ പായസം റെഡി. നല്ല സൂപ്പർ ടേസ്റ്റുള്ള അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ശർക്കര വെള്ള ശർക്കര ആയതുകൊണ്ട് ഈ കളറ് ഇല്ലായിരുന്നു, നല്ല കിടുക്കാച്ചി കളർ, നല്ല ടേസ്റ്റിന് കളറും ആയേന്. ശ്രദ്ധ എങ്ങോട്ടൊക്കെയോ പോന്നു, അതുകൊണ്ടാണ് വാക്കുകൾ കിട്ടാതെ പോകുന്നത്. അതിൽ നമുക്കിതിങ്ങനെ ഇളക്കി 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 യോജിപ്പിക്കാം. അപ്പൊ ഇതിന് പരുവത്തിനുള്ള നമ്മുടെ കുറുകലാകുമ്പോൾ നമുക്ക് നിർത്തണം. എന്നിട്ട് നമുക്കിത് വറുത്ത് കോരണേ. അപ്പൊ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ പായസം ഇവിടെ കറക്റ്റ് പരുവത്തിലുള്ള കുറുകലൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഇങ്ങനെ ഇലയിലോട്ട് അങ്ങോട്ട് ഒഴിച്ചിട്ട് ഒരു പഴവും പപ്പടവും എല്ലാം കൂടെ ഞെരുടി അങ്ങോട്ട് കഴിക്കണം. എന്നെ ടേസ്റ്റ് അല്ലേ. അപ്പം ഞാൻ തീ ഓഫ് ചെയ്യാൻ പോവാണ്. തീ ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വാങ്ങി വെക്കാൻ പോവാണ്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് തേങ്ങായും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും കൂടെ വറുത്ത് കോരിയിട്ടാൽ നമ്മുടെ പായസം റെഡി. കണ്ട, ഇനി തണുക്കുമ്പോ ഇതിലും കുറുകും. അപ്പൊ ഇത് മതി പരുവം. അപ്പൊ ഞാൻ ഇതിനകത്തോട്ട് എല്ലാം ഒന്ന് വറുത്ത് കോരിയിടട്ടെ. എണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്, നെയ്യ് ഒഴിക്കുന്നില്ല. നെയ്യ് ഒഴിച്ച് ഒത്തിരി കൂടി പരായിട്ടാണ്. നമുക്ക് ആദ്യമേ തേങ്ങാക്കൊത്ത് ഒന്ന് വറുത്തെടുക്കാം, ഇളക്കി കൊടുക്കാം. ഗോൾഡൻ കളർ ആവുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അതും ഒന്ന് കളറായി വരുമ്പോൾ അതിലേക്ക് മുന്തിരിയും കൂടെ ഇട്ട് നമുക്ക് ഒന്നിച്ച് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ മുന്തിരിങ്ങായും കൂടി ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഈ പായസത്തിനകത്ത് വഷണല ഇടുകയല്ലേ, അതായത് കുമ്പിളിന്റെ ഇല, സൂപ്പർ ടേസ്റ്റ് ആട്ടോ. എനിക്കിവിടെ കുമ്പിളിന്റെ ഇല ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത്. അല്ലെങ്കിൽ നമ്മുടെ ഏതാ പറഞ്ഞുണ്ടല്ലോ, ഈ നമ്മൾ വീട്ടിൽ വളർത്തുന്ന അതിന്റെ പേരാണെങ്കിലും മറന്നും പോയില്ലോ. വെള്ളമൊക്കെ തിളപ്പിച്ച് കുടിക്കുന്നതാണ് നമ്മള്. ഗ്രാമ്പു അല്ല, ഒരു സാധനമുണ്ട്, അതിന്റെ പേര് ഞാൻ മറന്നുപോയി. നമ്മൾ എപ്പോഴും അത് കൈകാര്യം ചെയ്തോണ്ടിരിക്കുന്നത്, അതിന്റെ പേരും മറന്നുപോയി. അതിന്റെ ഇല ഇട്ടാലും നല്ലൊരു മണമുണ്ട്, നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇത് നമുക്ക് നമ്മുടെ പായസത്തിലേക്ക് എടുത്തൊന്ന് മറിച്ചാലോ. നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും തേങ്ങായും എല്ലാം പരുവായിട്ടുണ്ട്. ഒത്തിരി പോയാൽ കരിഞ്ഞു പോകും, അത് വേണ്ട. അപ്പം നമുക്കിതാണ് പരുവ്. നമുക്ക് ഇതിനകത്തേക്ക് എടുത്തൊന്ന് മറിക്കാം. നമുക്കിങ്ങനെ അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ അടിപൊളി ടേസ്റ്റില് അടപ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ട് നമുക്ക് കുടിക്കാം. കണ്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പം വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് കാണാം.